കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയേറ്റവും പ്രിയമുള്ളവരെ, നമ്മളിൽ ഭൂരിഭാഗം നമ്മുടെ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മകൻ അച്ഛാ എന്തൊരു നല്ല മകനാണെന്നറിയും, എൻ്റെ മകൾ എന്തൊരു നല്ല മകളാ എന്നായിരുന്നു. പക്ഷേ ആ കുട്ടികളുടെ കൂടെ കൂടി അവൾ ആകെ മോശമായി. എൻ്റെ മകൻ്റെ സ്വഭാവം മോശമായി. എന്ത് നന്നായി പഠിച്ചതാ, 10 A+ കിട്ടിയതാ, പ്രീ ഡിഗ്രിക്കാണ് അവൻ്റെ മാർക്ക്. ഇങ്ങനെ ഒരുപാട് പരാതികൾ നമ്മൾ കേൾക്കും. മക്കളെ, നമ്മൾ ഒരുപാട് പരാതികൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ കുഞ്ഞിന് ഇങ്ങനെ ഒരു ദുര്യോഗം, അല്ലെങ്കിൽ മാർക്ക് കുറയാൻ, അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഇങ്ങനെയൊക്കെ വൈകല്യം ഉണ്ടാകാൻ കാരണം? വ്യക്തമായി ഇതിന് ഒരു തെളിവ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് മക്കളെ. അത് വേറെ ആരുമല്ല, പത്രോസ് ലീഹായെ കർത്താവ് താക്കീത് കൊടുത്തു, നീ ഇന്ന് എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. അപ്പോൾ പത്രോസ് അത് വിലയായിട്ട് എടുത്തില്ല, പത്രോസ് അത് കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. പത്രോസ് എന്നിട്ട് പോകുന്നത് എവിടേക്കാണ്? തീ കായുന്ന മനുഷ്യരുടെ അടുത്തേക്ക് പത്രോസ് കയറി ചെല്ലുകയാണ്. പത്രോസിനെ ആരും വിളിച്ചില്ല. പത്രോസെ നീ ഇങ്ങോട്ട് വാ എന്ന് അവനറിയുന്നവരാരുമില്ല. പത്രോസ് തീ കായുന്ന മനുഷ്യരുടെ അരികിലേക്ക് പോകാൻ ഒരു കാരണം എന്താ? അവൻ സ്നേഹിക്കുന്ന യേശുവിനെ യഹൂദർ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ കയ്യാഫാസിൻ്റെ ആ അരമനയുടെ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ പുറത്ത് കുറച്ച് പേര് തീ കായുകയാണ്. പത്രോസ് അവരുടെ കൂടെ വന്നിരിക്കുകയാണ്. തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവരുടെ കൂടെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, അത് ജനമല്ല, അതൊരു സമൂഹമായി മാറി എന്നുള്ളതാണ്. ആ തീക്ക് ചുറ്റും ഇരിക്കുന്നവർ വ്യത്യസ്ത ദേശക്കാരും വ്യത്യസ്ത വർഗക്കാരും വ്യത്യസ്ത മതക്കാരും ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ആ തീയുടെ ചുറ്റും അവർ ഒരുമിച്ച് കൂടിയിരിക്കാൻ തുടങ്ങിയപ്പോൾ അവരൊരു സമൂഹമായി മാറി. അങ്ങനെ അവിടെ വെച്ചാണ് ഈ പത്രോസ് വീഴ്ചയുടെ ആരംഭം. പത്രോസിനെ ആരും വിളിച്ചതല്ല, കയറി ചെല്ലുകയാണ്. നമ്മുടെ മക്കളുടെയും ജീവിതത്തിൽ തെറ്റ് വരുന്നത് ഇതുപോലെയാണ്. നമ്മൾ അവരുടെ കൂട്ടത്തിൽ ചേരുന്നു. വ്യത്യസ്ത സ്വഭാവമായിരിക്കാം നമ്മിൽ നിന്നും. അവർ നല്ല സ്വഭാവമാണ് നമ്മുടെ മകള്, പക്ഷേ അവരുടെ കൂടെ ചേർന്നപ്പോൾ ആ ഒരു സ്വഭാവത്തിലേക്ക് ഈ ചെറുപ്പക്കാരൻ്റെ നന്മ അതിൽ നശിച്ചുപോയി. വിശുദ്ധ ബുനുവഞ്ചര പറയുന്നത് ഇപ്രകാരമാണ്, അതായത് തീക്കുണ്ടത്തിലേക്ക് ഉണക്കപ്പുല്ല് ഇട്ടിട്ട് പറയാണ്, ഉണക്കപ്പുല്ല് കത്തിപ്പോയല്ലോ, ഉണക്കപ്പുല്ല് കത്തിപ്പോയല്ലോ എന്ന്. ഇതുപോലെയാണ് പാപം ചെയ്യാൻ ഇടവന്നത്. പത്രോസ് ദൈവത്തെ തള്ളിപ്പറയുന്നത് ഇതുകൊണ്ടാണ്. ഇനി ബുനുവഞ്ചര ആ വിശുദ്ധം പറഞ്ഞു വെക്കുകയാണ്, അതായത് പാപം ചെയ്യാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ഈ പത്രോസ് വന്നു വീഴുകയാണ്. അപ്പോൾ ദൈവത്തിന് അതിന് വിട്ടുകൊടുക്കുക നിവൃത്തിയുള്ളൂ. വന്നു വീഴുകയാണ്. വലയിൽ വന്ന് പക്ഷി വീഴുന്നത് പോലെ വീണു. ഇനി വലയിൽ അകപ്പെട്ടു പോയി. ആ ഒരു അവസ്ഥയാണ് പത്രോസിന് പറ്റിയത്. ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കും പറ്റും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഹിതമായ സ്ഥലത്തേക്ക്, നമുക്ക് ഒരിക്കലും യോജിക്കാത്ത സ്ഥലത്തേക്ക് നാം കയറി ചെല്ലരുത്. പത്രോസ് അവിടെ കയറി ചെന്നു. ഉണക്കപ്പുല്ല് തീയിലേക്ക് വലിച്ചിട്ടിട്ട് ഉണക്കപ്പുല്ല് കത്തിപ്പോയല്ലോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നത് പോലെയായി നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തെയും മക്കളെയും എല്ലാവരെയും ഇതുപോലെ അർഹതയില്ലാത്ത സ്ഥലത്തേക്ക്, വിശുദ്ധിയില്ലാത്ത സ്ഥലത്തേക്ക്, ദൈവസ്നേഹമില്ലാത്ത സ്ഥലത്തേക്ക്, ദൈവ സാന്നിധ്യമില്ലാത്ത സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ ദൈവമേ എന്നെ അനുവദിക്കരുതേ. എൻ്റെ കാലുകളെ ഏറ്റവും വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പത്രോസ് ആ കൂട്ടത്തിലേക്ക് കയറി ചെന്ന് പത്രോസിൻ്റെ ദൈവസ്നേഹമെല്ലാം മറന്ന് അവരുടെ കൂട്ടത്തിൽ ചേർന്നതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലൊന്നും അങ്ങനത്തെ ഒരു തെറ്റിലേക്ക് ചാടാൻ ആരെയും അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൂരദേശങ്ങളിൽ പോയി പഠിക്കുന്ന മക്കളുണ്ട്, ജോലിക്ക് പോകുന്നവരുണ്ട്. എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഈ ജൂൺ മാസത്തിൽ ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നത കരുണ ദൈവകരുണ മഹാകരുണ ദൈവകരുണ ഉന്നത കരുണ ദൈവകരുണ
ദൈവകരുണ മഹാകരുണ ദൈവകരുണ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.